കനത്ത ജാഗ്രതയുണ്ട്. ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടും വന്നിരിക്കുകയാണ്. പുൽവാമയ്ക്ക് സമാനമായി കശ്മീർ താഴ്വരയിൽ കാർ ബോംബ് സ്ഫോടനം നടത്താനാണ് പദ്ധതി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമാക്കിയതായി സൈന്യം അറിയിച്ചു. അതിർത്തി മേഖലയിലും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും പ്രത്യേക അന്വേഷണവും പരിശോധനയും നടത്തുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുമായി ജിഷ്ണു ഇപ്പോൾ തത്സമയം ചേരുന്നു. ജിഷ്ണു, അൽഫല, ഞാൻ ദേശീയ മാധ്യമങ്ങൾ നോക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പണം ഒഴുക്കിയിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കോടികളാണ് വന്നിരിക്കുന്നത്. അതും ചില അറബ് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പണം എത്തിയത്. മാത്രമല്ല, ഈ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു പ്രത്യേക വിങ് വർഷത്തിൽ 1-2 തവണ അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതായും ഈ ചില മാധ്യമങ്ങൾ, വിശേഷിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇഡിയുടെ കണ്ടെത്തൽ എത്രത്തോളം സുപ്രധാനമാണ് ഈ വിഷയത്തിൽ? ഷമ, അൽഫല യൂണിവേഴ്സിറ്റിയും അതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റും ചേർന്നുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം 415 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. അതിലധികം നിലവിൽ കണക്കുകൾ പ്രകാരം കാണിച്ചിട്ടുള്ള തുക മറ്റുണ്ട്. അതുമായി ബന്ധപ്പെട്ടും വിശദമായ പരിശോധന നടത്തി വരികയാണ്. അതായത് ഈ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇനിയിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു വരുന്നത്. ഷാമ ചൂണ്ടിക്കാട്ടിയതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ അൽഫല യൂണിവേഴ്സിറ്റിയും ഈ ട്രസ്റ്റും കൈപ്പറ്റിയിട്ടുണ്ട്. ട്രസ്റ്റും ഒപ്പം യൂണിവേഴ്സിറ്റിയും നിയന്ത്രിക്കുന്നത് അതിന്റെ ചെയർമാനും ഒപ്പം അതിന്റെ സ്ഥാപകനുമായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ്. ഇയാളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. അൽഫല യൂണിവേഴ്സിറ്റി ഡൽഹി സ്ഫോടനത്തിന്റെ ഒരു ഭീകരരുടെ ബേസ് ക്യാമ്പ് പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് നിസ്സംശയം ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മറ്റെന്തെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അൽഫല യൂണിവേഴ്സിറ്റിയും ജാവേദ് സിദ്ദിഖിയും അയാൾ നിയന്ത്രിക്കുന്ന ട്രസ്റ്റും ഇടപെട്ടിട്ടുണ്ട് എന്ന വിശദമായ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്നത്. ഈ വിഷയത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്ഥാപനവും ട്രസ്റ്റും ജാവേദ് അഹമ്മദ് സിദ്ദിഖിയും നടത്തിയിട്ടുള്ള അനധികൃത പണമിടപാടുകൾ സംബന്ധിച്ച് മാത്രമുള്ള ഒരു അന്വേഷണം, അതുമാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്ത് യൂണിവേഴ്സിറ്റിയുടെ വിശദാംശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ട്രസ്റ്റ് മുഖേനയും യൂണിവേഴ്സിറ്റി മുഖേനയും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അത് ആ പണം ഏതെല്ലാം മേഖലയിലേക്ക് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അന്വേഷണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, വ്യക്തികൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ള വഴികൾ, ഏതെല്ലാം അക്കൗണ്ടിലേക്ക് പണം വിനിയോഗിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്നത്. ഈ ജാവേദ് സിദ്ദിഖിയെ 13 ദിവസത്തേക്ക് ഇഡി കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. യൂണിവേഴ്സിറ്റിയിലെ പഠിപ്പിക്കുന്ന ആളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമായി നിരവധി ആളുകളെ ഇതിനോടകം തന്നെ ഇഡിയും NIA-യും ഡൽഹി പോലീസും വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അത്തരത്തിൽ ഡൽഹി സ്ഫോടനത്തിന്റെ ബേസ് ക്യാമ്പ് എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ശേഖരിച്ചിട്ടുള്ള പണം അൽഫല യൂണിവേഴ്സിറ്റിയും ഈ ട്രസ്റ്റും എന്തിനു വേണ്ടി വിനിയോഗിച്ചു, അതിന് ഭീകരവാദ ബന്ധമുണ്ടോ, ഇപ്പോൾ ഇഡി കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ജാവേദ് സിദ്ദിഖി ഏതെങ്കിലും തരത്തിൽ ഭീകര സംഘടനകളുമായോ ഡൽഹി സ്ഫോടനവുമായോ ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. അത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് മാത്രമല്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് കേന്ദ്രങ്ങൾ, വ്യക്തികൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അത്തരത്തിലൊരു വിശദമായ അന്വേഷണം രാജ്യത്തെ ഏജൻസികൾ നടത്തിവരികയാണ്. ശ്യാം.